ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷാസ് ഡയറി. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ 2 കോഴിമുട്ട, 1/2 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മളൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ്സ് നമുക്ക് കട്ട് ചെയ്യാം. ഇത് കളയണം എന്നില്ല, അത് ബ്രെഡ് ക്രംസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കട്ട്ലേറ്റൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്തിട്ട് ഈ ബ്രെഡിനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 8 സ്ലൈസ് ബ്രെഡ് സൈഡ് കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗൾ എടുക്കാം. ഇപ്പം നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറാണിത്, ഇത് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് 2 കോഴിമുട്ടയും ഷുഗറും വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് ഞാൻ 1/2 കപ്പ് ഷുഗർ എടുത്ത് വെച്ചതാണ്, അത് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വാനില എസൻസും 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് എടുത്ത് വെച്ചത്. ഇത് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മെഷറിംഗ് കപ്പിലാണ് 1.5 കപ്പ് പാല് മെഷർ ചെയ്തെടുത്തത്. ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ മിക്സിലേക്ക് കുറച്ചായിട്ട് ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ബ്രെഡ് ക്രംസ് ആണ്, അത് ചെറിയ പോർഷനായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ എല്ലാ ബ്രെഡ് ക്രംസും ഇതിൽ മിക്സ് ചെയ്ത് നല്ല ബാറ്ററായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് കുറച്ച് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ കാരമലൈസ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഷുഗറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കളർ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി. ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര കളർ ചേഞ്ചായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് തണുക്കുന്നതിന് മുന്നേ നമുക്ക് വേഗം ഒരു ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ കേക്ക് ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ട്രേയിൽ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ കാരമലിനെ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മിക്സ്ചർ. ഇനി നമുക്ക് ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒരു റബ്ബർ പോലോ അല്ലെങ്കിൽ ഒരു നൈഫോ വെച്ചിട്ട് ഒരു 2-3 ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ഇഡ്ഡലി പാത്രം ഞാൻ അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തട്ട് വെച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു. അതൊന്ന് ചൂടായി വന്നപ്പം ഞാൻ അതിലേക്ക് മിക്സർ ഒഴിച്ച് വെച്ച കേക്ക് ട്രേ ഇറക്കി വെച്ചിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിന് മൂടി വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒരു 40 തൊട്ട് 45 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ചൂടോടെ ഫ്രിഡ്ജിൽ വെക്കരുത്, നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാം.
തീരെ വെള്ളമൊന്നും കടന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരു നൈഫ് ഇട്ട് നോക്കിയിട്ടുണ്ട്, ഇതിലൊന്നും ആയിട്ടില്ല. അപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഉണ്ട്. നമുക്കിനി ഇത് തണിയാൻ വയ്ക്കാം. തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പം ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നല്ല ടേസ്റ്റിൽ കഴിക്കാം. ഈസി ആയിട്ട് ഫങ്ഷൻസിനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കാരമലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നിഷാസ് ഡയറി.